ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കലശത്തിന് പോയി നമ്മളെ മന്നമ്പുറത്ത് കാവിൽ നിലച്ച് മന്നമ്പുറത്ത് കാവിൽ കലശ മഹോത്സവമായിട്ട് കലശ ചന്തയിൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇന്നൊരു പാർട്ട് 2 ആയിട്ട് എന്തൊക്കെ വാങ്ങി എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ശരിക്കും എന്തിന് കാണിച്ചു തരണം എന്നുള്ളതാണെങ്കിൽ എനിക്ക് കുറേ കാലങ്ങൾ ഞാൻ കലശന്തൊക്കെ പോയിട്ട്, പക്ഷെ എനിക്ക് ഇത്തവണ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ വാങ്ങിയതിൽ ഒരുപാട് നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് കിട്ടി, അതുപോലെ തന്നെ ചീപ്പ് റേറ്റിന് നല്ല സാധനം കിട്ടി എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് കൂടി നിങ്ങൾക്കത് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഓക്കെ, തുടങ്ങാം. അപ്പം ഞാൻ കുറേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ട്സ് പറയും നമ്മളെ A to Z ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് നല്ല വെച്ചാൽ നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുന്നതായാലും പിന്നെ കുട്ടികളുടെ ടോയ്സ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങി. പക്ഷെ അതിലെല്ലാം ഞാൻ ഇന്നിവിടെ കാണിക്കുന്നില്ല, കാരണം അതൊക്കെ ഭയങ്കര ലാഗാവും, പിന്നെ ബോറിംഗ് ആവും. സോ അതിൽ നിന്ന് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് യൂസ്ഫുൾ ആയ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടാവല്ലോ, എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ പറ്റുന്ന. അപ്പം അത് കുറച്ച് ഞാൻ വാങ്ങിയതിലുള്ള ബാക്കിയുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ ആദ്യം ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് ഇയർ റിങ്സ് വാങ്ങിയിട്ടാ, ഓരോന്നായിട്ട് കാണിച്ചു തരാം. 1 2 3 4 5 അയ്യോ 5 ഇയർ റിങ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5 ഇയർ റിങ്സ് വാങ്ങാനുണ്ടായ കാരണം പറയാം. എല്ലാത്തിനും 50 രൂപേൻ്റെതാണ് ഉണ്ടായത്. ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ല. ഞാൻ ഓരോന്ന് 1 by 1 ആയിട്ട് കാണിക്കാം. കണ്ടോ, ഒരു ജിമിക്കിയിൽ വരുന്ന കുറച്ച് വെറൈറ്റി സ്റ്റൈലാണ് എൻ്റെ ഞാൻ ഉള്ളത് ഒരുപോലത്തെ ഉള്ളത് വാങ്ങിയില്ല. ഇപ്പം ജുമുക്ക തന്നെ ആയാലും ഒരുപാട് ജുമുക്ക ഉണ്ടായിരുന്നു, പക്ഷെ അത് ഈ ഒരു വെറൈറ്റി മോഡലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, കണ്ടിട്ടൊരു വെറൈറ്റി തോന്നിയ കുറച്ച് സാധനമാണ്. അപ്പോൾ സെക്കൻഡ് വൺ ഇതിൻ്റെ ഒരു ചെറിയൊരു സാധനം, പക്ഷെ ഭയങ്കര ക്യൂട്ട് തോന്നിയിട്ടുണ്ട് എനിക്കിത്. അപ്പോൾ ഇത് വാങ്ങുമ്പോൾ ഞാൻ എല്ലാം ഒന്നിച്ചെടുത്തു. 50 രൂപ അതുകൊണ്ട് കുറേ എടുത്തപ്പോൾ അവർ പറഞ്ഞു ഒന്നിച്ചെടുക്കുവാണെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യും, അതായത് ഒരു കമ്മലിൻ്റെ ഇയറിങ്ങിൻ്റെ പൈസ തരണ്ട, നല്ല ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞു. സോ ഞാൻ 5 എണ്ണം അങ്ങനെ എടുത്ത. ഇതൊരു വെറൈറ്റി സ്ഥാനമാണ്. റിങ്ങിന് തന്നെ കുറേ റിങ് വന്നിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു സ്റ്റൈൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു മോഡൽ ഇപ്പോൾ വാങ്ങിയ ഈ മോഡലൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതാണ് കേട്ടോ. നിങ്ങൾ എൻ്റെ ഇയറിംഗ് കളക്ഷൻസിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, അതിൽ ഇല്ലാത്ത. പക്ഷേ എനിക്കിഷ്ടമായി, ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിയതാണ് കേട്ടോ. കുറേ കളക്ഷൻസ് എന്തൊക്കെയോ ഉണ്ടായിരുന്നു. കമ്മൽ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ ഇതിട്ടിട്ട് ഞാൻ പിന്നെ കാണിച്ചു. ഓക്കെ, ഓരോന്ന്. ഓക്കെ, അപ്പം ഇയർ റിങ്സ് പറയുന്നത് 5 ഇയർ റിങ്സ് വാങ്ങി. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് പിന്നെ ഒരു ഫാൻസി സാധനങ്ങളൊന്നും അങ്ങനെയൊന്നും വാങ്ങിയില്ല. കാരണം ഫാൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ മാല, വള അങ്ങനത്തെ ഒന്നും കാര്യങ്ങൾ ഞാൻ പൊതുവെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് വാങ്ങിയില്ല. മെയിനായിട്ട് ഇയർ റിങ്സ് ആണ് ഞാൻ ഫാൻസിയിൽ യൂസ് ചെയ്യാറുള്ളത്, അതുകൊണ്ട് അത് വാങ്ങി. പിന്നെ ഒരു ഫാൻസി എന്ന് പറയുന്ന ഒരു പൊട്ട് വാങ്ങി. ഞാനിങ്ങനെ ബ്ലാക്ക് പൊട്ട് ട്രൈ ചെയ്യാറില്ല, സോ ഞാൻ വെറുതെ കണ്ടിട്ട് ഒരു പാക്ക് വാങ്ങിയതാണ്, കുഞ്ഞു ബ്ലാക്ക് പൊട്ട്. പിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഒരു ഷോർട്ട് ടോപ്പിൻ്റെ പോർഷനിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് ഷോർട്ട് ടോപ്സ് കണ്ടു. അവരെന്താ വെച്ചാൽ ആദ്യം അത് പറയാം, ഞാൻ ഒരുപാട് ചോദിച്ചു പൈസ. ഞാൻ 3 ദിവസം കളിച്ചോണ്ട് 3 ദിവസമാണ് ഉത്സവമെങ്കിൽ ഞാൻ 3 ദിവസം അവിടെ പോയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ 3 ദിവസം ഞാൻ ആ ഷോപ്പിൽ അവിടെ കയറിയിട്ട് അവരോട് ചോദിച്ചു. അപ്പോൾ അവരെങ്ങനെയായാലും റേറ്റ് കുറക്കുന്നില്ല, ഫിക്സഡ് റേറ്റാണ്, ഇത് ഓൺലൈനിൽ ഇതിനേക്കാൾ നിങ്ങൾക്ക് കിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാധനം. അങ്ങനെ ഞാൻ വാങ്ങിയതാണ് ഷോർട്ട് ടോപ്പ്. അപ്പോൾ ഞാനിതാ വാങ്ങിയത് ഇതാണ്. അതിൽ ഒരുപാട് കണ്ടിട്ടുണ്ടാവും, ഞാൻ എടുത്ത് കാണിച്ചതാണ്. നല്ല രസമുണ്ടായിരുന്നു, ഭയങ്കര നൈസായിരുന്നു കേട്ടോ. ഇത് വലിയ ഫുൾ സ്ലീവാണ് വരുന്നത്. ഫുൾ സ്ലീവ്, ഇവിടെ ഒരു എലാസ്റ്റിക് മോഡൽ വരുന്നത്. പിന്നെ മുമ്പിലൊരു 2 കെട്ടുന്ന ടൈ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഫ്ലവറിൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ അറിയില്ല, ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാ കളേഴ്സിനും ഇപ്പം നമുക്ക് ജീൻസ് അല്ലെങ്കിലും പലാസോസ് ആണെങ്കിലും ഭയങ്കര എല്ലാ കളേഴ്സ് ഉണ്ട്. ഏതിനും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അതുകൊണ്ടല്ല
എനിക്കിതെന്തോ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞ് അതെന്തായാലും റേറ്റ് കുറച്ചില്ല കേട്ടോ. പക്ഷേ എന്നാലും 350 രൂപക്കാണെങ്കിലും കുഴപ്പമില്ല, നല്ല ക്ലോത്താണ്. അതുപോലെ തന്നെ സീത്രൂ ഒന്നല്ല, ഇങ്ങനെ നല്ല എന്താ പറയുക, ഇങ്ങനെ ഒരു വിളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു നിൽക്കുന്ന എന്താ പറയണ്ടേ, ഫുള്ള് നല്ല രീതിയിൽ നമുക്ക് ഫ്രണ്ടൊന്നും അങ്ങനെ ഇത് നല്ല കവറിങ് കിട്ടുന്ന ഒരു ടോപ്പാണ്. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഷോർട്ട് ടോപ്പ് ഒന്ന് എടുത്തു. പിന്നെ പറയാനുള്ളതാണെങ്കിൽ ഷോർട്ട്സും ബനിയനും എടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് തന്നെ. അതുപോലെ തന്നെ ഡിസ്കൗണ്ട് കിട്ടി. അതിൽ ഞാൻ രണ്ട് ഷോർട്ട്, അതായത് ബോട്ടം 2 ടോപ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നു, ടീഷർട്ട്. അപ്പോൾ അതിൽ ഒരു ബോട്ടം ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ അലക്കിയ ശേഷമുള്ളതാണ് കേട്ടോ. കാരണം ഞാൻ പൊതുവെ ചന്തയിൽ നിന്ന് വാങ്ങിയതുകൊണ്ട് തന്നെ ഞാൻ അലക്കിയിട്ടാണ് യൂസ് ചെയ്തത്. സോ ഇത് അലക്കി വെച്ചതാണ്. നല്ല ഒന്നും കളറൊന്നും പോകുന്നില്ല, നല്ല അടിപൊളി നല്ലൊരു പാൻറ്റായിട്ട് തോന്നി. നല്ല കട്ടിയുണ്ട്, അത്യാവശ്യം നല്ല സീത്രൂ എന്നല്ല, നല്ല കട്ടിയുള്ള പാൻറ്റാണ് കേട്ടോ. ഇതിന് 120 രൂപയാണ് കൊടുത്തത്. ഒന്നിന് 120 പക്ഷെ ഞാൻ 2 എടുത്ത 2 ടോപ്പും 2 പാൻറ്റും എടുത്തിട്ട് അവർ 500 അങ്ങനെ തന്നു. നല്ലോണം ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് തന്നത്. അപ്പോൾ എനിക്ക് തോന്നി നല്ലതാണെന്ന്. പിന്നെ അതുപോലെ ഒരു ടീഷർട്ട്, ഒന്നല്ല ഇതിൻ്റെ വേറെ ഉണ്ട്, അത് ഞാൻ വാഷ് ചെയ്തിട്ടിട്ടാണുള്ളത്. സോ അതിൻ്റെ ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു മെറൂൺ കൂടി കയ്യിലുണ്ട്. അതുപോലെ തന്നെ പാൻറ്റിൻ്റെ ഒരു ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഉള്ള ഒരു ഷോർട്ടും ഉണ്ട്, അതും അലക്കിയിട്ടിട്ടാണുള്ളത്. സോ ഇതും നൈസാണ്, നല്ല എന്താ പറയുക, സീത്രൂ ഒന്നും അല്ലാതെ കട്ടിയുള്ള ബനിയനായിരുന്നു, ടീഷർട്ടായിരുന്നു. ഓക്കെ, സോ അതിലുണ്ടാകണം. പിന്നെ പറയാനുള്ളത്, ഇനി ഞാനൊരു ഹാൻഡ് ബാഗ് എടുത്തു. അത് പറയട്ടെ, അതിന് മുന്നേ വേറെ ടോപ്പ് കൂടിയുണ്ട്. ടോപ്പല്ല, ഇതെന്ന് പറയുന്നത് എനിക്ക് ഇത് വാങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വാങ്ങാൻ വിചാരിച്ച് പോയതൊന്നല്ല, നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. ഞാൻ ലാവൻഡർ കളറ് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു, ഇതുവരെ വാങ്ങിയിട്ടില്ല. പക്ഷേ ഇതെന്തോ എനിക്ക് സൈസ് ലാർജാണ്, പക്ഷേ കുറച്ച് കിട്ടിയാനുണ്ട്. ഇതിന് റേറ്റ് എന്ന് പറയുന്നത്, ഇതൊരു നിങ്ങൾ എൻ്റെ ഇതിൽ കണ്ടിട്ടുണ്ടാവും, ബ്ലോഗിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്ത ഒരു മാക്സി തുണിയാണ് കേട്ടോ. മാക്സി തുണി വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നേ 2 എണ്ണം. അത് സ്റ്റിച്ചിങ് കൂലി തന്നെ എനിക്ക് 270 പക്ഷെ എനിക്ക് ഇത് ആ സ്റ്റിച്ചിങ് കൂലിയിലെ റേറ്റിനാണ് കിട്ടിയത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ഇത് എന്ന് പറയുന്നത് നല്ല സെയിം ക്ലോത്താണ് കേട്ടോ. മാക്സി തുണി കൊണ്ട് അവർ നീലേശ്വരത്ത് തന്നെയുള്ള ഒരു തയ്യൽ ടീമാണ്. അവർ ഇതൊക്കെ ഒരുപാട് നൈറ്റീസും ഇങ്ങനത്തെ ഗൗണ് മോഡൽ അവരടിച്ചിട്ട് അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വെറുതെ പോയ സമയത്ത് റേറ്റ് നോക്കിയപ്പോൾ റേറ്റ് ആദ്യം 300 പറഞ്ഞത്, പക്ഷേ എനിക്ക് അവർ ഡിസ്കൗണ്ട് ചെയ്തിട്ട് 170 തന്നു. സോ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം ഞാൻ ആ ഒരു റേറ്റിന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എനിക്ക് ആ റേറ്റ് വേണ്ടി വന്നു. സോ ഇതേ സാധനം അപ്പോൾ എനിക്ക് ആ റേറ്റിന് തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന കൂലിയിൽ ഇത് കിട്ടിയതുകൊണ്ട് ഞാനിത് എടുത്തു. ഇതിൻ്റെ ഞാൻ ഫുൾ വീഡിയോ ഞാൻ പിന്നെ കാണിച്ചു തരാം. ഫുൾ ഇട്ടിട്ടുള്ളത് ഇത് നൈസാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ക്ലോത്ത്സിൽ തന്നെയാണെങ്കിൽ അടുത്ത പറയാനുള്ളത്, ഞാൻ ബെഡ്ഷീറ്റ് വാങ്ങി. ബെഡ്ഷീറ്റിൻ്റെതും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കര രസമുണ്ടായിരുന്നു. ഇതിൻ്റെ നല്ലതായിരുന്നു, കിങ് സൈസാണ് കേട്ടോ. കിങ് സൈസ് ബെഡ്ഷീറ്റാണ് ഇത്. ഞാൻ വാഷ് ചെയ്ത ശേഷമുള്ളതാണ് കേട്ടോ. നല്ല എന്താ പറയുക, നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടിട്ട് മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം, പക്ഷെ എനിക്കറിയാം നല്ല കോട്ടൺ ആണ്. അതുപോലെ തന്നെ ഒരു ആപ്പിളിൻ്റെ ഒരു ഇതാണ്. ഇതിൻ്റെ തന്നെ സെയിം. ഞാൻ ചന്തക്ക് പോയത് എൻ്റെ ഏട്ടൻ വൈഫിൻ്റെ കൂടെയാണ്. അപ്പം ഏച്ചും എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു വേറൊരു ഓറഞ്ച് ഷെയ്ഡ് ആളെടുത്തു, സെയിം ആണ്. അപ്പോൾ ഇതിന് എനിക്ക് ഇത്തവണ എന്ന് പറയുന്നത് എടുക്കാൻ കാരണം, അവർ കഴിഞ്ഞ തവണ ഇത് നല്ല പുത്താമ്പുള്ളി അങ്ങനെ എന്താ പറഞ്ഞ കൈത്തറീൻ്റെ നല്ല കോട്ടൺ ഇതാണ് കേട്ടോ, മെറ്റീരിയലാണ്. അപ്പോൾ ഇതിന് എനിക്ക് തന്നത് അവർ ഇത്തവണ 550 രൂപക്കാണ് തന്നത് കേട്ടോ ഈ സാധനം. അപ്പോൾ കഴിഞ്ഞ തവണ ഇത് സെയിം ഇവരോട് തന്നെ വാങ്ങിയിട്ടുണ്ട്. അപ്പം എനിക്ക് 650 പറഞ്ഞ് അവർ ലാസ്റ്റ് 600 തന്നത്. ഇത്തവണ അവർ 550 കുറച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, നല്ല കോട്ടൺ നമുക്ക് കിട്ടി. കഴിഞ്ഞ വർഷം അവിടുന്ന് വാങ്ങിയത് നല്ല ബെഡ്ഷീറ്റ് ആയിരുന്നു. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്തവണ ബെഡ്ഷീറ്റും ഇതിലൂടെ 2 പില്ലോ കവറും ഉണ്ട്, 2 പില്ലോ കവറും. സോ നൈസായിരുന്നു. ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരു ഹാൻഡ് ബാഗാണ്. ഹാൻഡ് ബാഗ് ഫോറെവർ യങ്, ഒറിജിനലി ഫ്രം കേരള, കൊറിയ. ഓക്കെ, ഇതിൻ്റെ മെറ്റീരിയലില്ലേ
ലെതർ ഭയങ്കര എന്തോ നല്ല മെറ്റീരിയൽ ആട്ടോ. നിങ്ങൾ ഇതിൽ കാണുമ്പോൾ എനിക്ക് അറിയില്ല, പക്ഷെ എനിക്ക് ഈ സാധനം ഒറ്റ ഷോപ്പിലാണ് കിട്ടിയത്. ഒരുപാട് ഇതുണ്ടായിരുന്നു, ഹാൻഡ് ബാഗ്സിൻ്റെ ഒക്കെ ഷോപ്പ് ഉണ്ടായിരുന്നു. ബട്ട് എനിക്ക് ഇതെന്തോ നല്ല മെറ്റീരിയലായി തോന്നി. ഇത് 200 രൂപക്കാണ് വാങ്ങിയത്. 200 രൂപയാണെങ്കിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സെയിം ഇതിൻ്റെ വേറൊന്ന് ഏച്ചെടുത്തു. അപ്പോൾ ഇതിന് ഒന്ന് ഉള്ളിലുണ്ട്, സിബ് ഒന്ന് ഇവിടെ ഉള്ളിലുണ്ട്, പിന്നെ ഒന്ന് ഇവിടെ പുറത്തുണ്ട്. അത്യാവശ്യം നമ്മുടെ പുറത്തെ ടൗണിലൊക്കെ പോകുമ്പോൾ പിന്നെ ഒന്ന് ബാക്കിൽ 3 കള്ളിയാണുള്ളത്. പിന്നെ എന്തോ ഒരു എനിക്ക് ഇതിൻ്റെ ഒരു ക്ലോത്ത് ആ ഒരു ഇത് മെറ്റീരിയലാണ് എനിക്ക് ഇഷ്ടമായത്. ഭയങ്കര നൈസായിട്ടുള്ള ഒരു ഇത്. പിന്നെ ഇവിടെ ഒരു ഹാങ്ങിങ്ങും ഇതും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരുപാട് കളർ ഷെയ്ഡ് ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഈ ഒരു കളറ് നല്ല ഇഷ്ടമായി. ചിക്കു, ഡാർക്ക് ചിക്കു കളറാണ്. സോ ഞാൻ ഈ ഒരു ഹാൻഡ് ബാഗ് വാങ്ങി. അപ്പോൾ പിന്നെ പറയാനുള്ളത്, പിന്നെ ഒരു വെറൈറ്റി സാധനമാണ് കേട്ടോ. ഇത് ഞാനില്ലേ ഒരു ഫാനാണ്. ഫാൻ ഞാനിത് അഹാന കൃഷ്ണകുമാർ ഇല്ലേ, നമ്മുടെ ആക്ട്രസ്. അപ്പം ആളുടെ വ്ളോഗിൽ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. ആള് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ അവരുടെ സിസ്റ്റേഴ്സ് എല്ലാവരും ഈ ഒരു സാധനം ഫാൻ എടുത്തോണ്ട്. ഇപ്പം നമ്മൾ ഈ വെയിലത്ത് പോകുമ്പോൾ ഫോണിൽ കുത്തിയിട്ട് നമ്മൾ എന്താ പറയുക, ചാർജിങ് പോർഷനിൽ കുത്തി നമുക്ക് വെയിലത്ത് പോകുമ്പോൾ ഇത് ചെയ്യാലോ. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ, ഞാൻ ആടുന്ന് എൻ്റെ ഫോണിൽ കുത്തിയിട്ടാണ് ഇത് എടുത്തത്. അപ്പോൾ കറങ്ങുന്നുണ്ട്. എൻ്റെ ഫോണിൽ ഇപ്പോഴും ഇത് കറങ്ങുന്നുണ്ട്. ആൻഡ്രോയിഡ് ഫോണാണ് എൻ്റെ, സാംസങ് S23. ഇവിടെ വീട്ടിലെത്തിയിട്ട് ഹസിൻ്റെ ഫോണിൽ ഞാനത് പ്ലഗ് ചെയ്ത് നോക്കുമ്പോൾ അത് കറങ്ങുന്നില്ല. ഞാൻ ചോദിച്ചാൽ അതിൻ്റെ കവർ ഉണ്ടായതുകൊണ്ട് അത് കണക്റ്റ് ആവാത്തതുകൊണ്ടായിരിക്കും. കവർ ഊരിട്ട് ചെയ്തു, പക്ഷെ അത് കണക്റ്റ് ആവുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പം കൂടി ഞാൻ കാണിച്ചു തരാം. ഹസിൻ്റെ ഫോണില്ല കേട്ടോ, ഇത് എൻ്റെ ഓൾഡ് ഫോണാണ്. അതും സാംസങ് S22+ ആണ്. സോ ഇതിൽ ഞാൻ പ്ലഗ് ചെയ്ത് കാണിച്ചു തരാം. ഇതിലാവുന്നുണ്ട്. ഞാനിപ്പോൾ നോക്കി, ഇതിൽ കണ്ടോ, നൈസ്, ഭയങ്കര നല്ല രസമുണ്ട്. ഇത് സത്യം വെച്ചാൽ ഇതിന് ഞാൻ 80 രൂപയാണ് കൊടുത്തത്. അവിടെ ശരിക്കും ഇപ്പം ഇതിൻ്റെ സാധനത്തിന് ഒറിജിനലാണ്, ഒന്നും വേണ്ടല്ലോ നമുക്ക്. നമ്മുടെ ചാർജർ പോർഷൻ നമുക്കിപ്പോൾ ഇത് കുഞ്ഞു സാധനം നമ്മൾ എവിടെയെങ്കിലും നമുക്ക് യാത്ര ചെയ്യുമ്പോഴേക്കും നമുക്ക് എടുക്കാൻ നല്ലതാണ്. സാധനം ചെറിയ റേറ്റിനാണ് കിട്ടിയത്. അവരൊക്കെ ആക്ട്രസ് ഒക്കെ എടുക്കുന്ന സാധനം അവരുടെ റേറ്റിൻ്റെ സാധനമായിരിക്കും, പക്ഷെ എന്നാലും ഇത് ഭയങ്കര ക്യൂട്ടായി തോന്നി. ഇതിന് ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു. അവിടെ ആയിരുന്നു, ഈ ഫാനിൻ്റെ അടുത്തായിരുന്നു ആ ചന്തയിൽ എത്ര ആൾക്കാർ നടന്നത്. ഇതുവരെ ഞാൻ ഈ കലശത്തിന് ഈ ഒരു സാധനം കണ്ടിട്ടില്ല. ഇത്തവണത്തെ വെറൈറ്റി സാധനമായിരുന്നു. പിന്നെ അതുപോലെ നമുക്ക് എന്തെങ്കിലും അറിയാതെ നമ്മളെ മുടിയൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് പോർഷൻ അഴിച്ചെടുക്കാം. അഴിച്ചെടുത്തിട്ട് മുടി ഊരാം. അതുപോലെ തന്നെ റബ്ബർ ടൈപ്പാണ് കേട്ടോ, ഒരു റബ്ബറാണ് സാധനം. നല്ല ക്വാളിറ്റി ഉണ്ട്, കാണുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. അതായത് ഇതിപ്പോൾ ഹസിൻ്റെ ഫോണല്ല, ഇതെൻ്റെ ഫോണിൽ ഇപ്പോൾ കണക്ട് ചെയ്യുമ്പോഴാ ഓക്കെ. നല്ല നല്ല കാറ്റുണ്ട് അത്യാവശ്യം. ഇപ്പോൾ യാത്ര ചെയ്യുമ്പോഴേക്കും നമുക്ക് ചൂടാണെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ കറങ്ങുന്നുണ്ട്. ആളുടെ ഫോണിൽ കറങ്ങുന്നുണ്ടായില്ല. ഞാൻ വിളിച്ചു കംപ്ലൈൻ്റ് ആണോ എന്ന്. അപ്പോൾ അല്ല, ചില ഫോണിൽ എന്തെന്നറിയില്ല, അതിലാവുന്നുണ്ടായില്ല. എന്തോ ഭാഗ്യം എൻ്റെ ഫോണിലാവുന്നുണ്ട്. ഓക്കെ, മെയിനായിട്ട് പറയുന്നത് ഇത്രയാണുള്ളത് ഗൈസ്. ബാക്കി കുറേ പാത്രങ്ങൾ, പിന്നെ ബക്കറ്റ്, പിന്നെന്താ മേശവിരി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാം ഇത് ഒരുപാടെന്ന് പറയുമ്പോൾ എല്ലാം കൂടി എനിക്ക് ചെറിയ റേറ്റേ ആയിട്ടുള്ളൂ. പിന്നെ കുട്ടികൾക്ക് 2-3 ടോയ്സ് വാങ്ങി. അവർ രണ്ടുപേരുണ്ടായിരുന്നു, ഏട്ടൻ്റെ കുട്ടി ഇവിടെ ഉണ്ടായതുകൊണ്ട്. പിന്നെ അങ്ങനെ എന്തൊക്കെ വാങ്ങി, അതൊക്കെ സാധാരണ സാധനങ്ങൾ, അപ്പോൾ കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മെയിനായിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര രസം എന്ന് വെച്ചാൽ ഇത്തവണ ഇനിയിപ്പോൾ എനിക്ക് തോന്നും ഒരു 2-3 ദിവസം കൂടിയുണ്ട് ചന്ത. അതായത് ഇവിടെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇപ്പം നമ്മൾ നീലേശ്വരം നമുക്ക് അടുത്തായതുകൊണ്ട് നമ്മൾ പോയി. പക്ഷേ ഒരുപാട് അതായത് പയ്യന്നൂർ, കണ്ണൂർ സൈഡിൽ നിന്നൊക്കെ ആൾക്കാർ, കണ്ണൂർ എന്നല്ല, ആ ഒരു പഴയങ്ങാടി അത്രയ്ക്ക് ആ സൈഡിൽ നിന്നൊക്കെ ആൾക്കാർ കലശം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് കാവിലേക്ക്. ഒരുപാട് ജനങ്ങളാണ്, ഭയങ്കരമാണ്, നല്ല രസമാണ്. അപ്പോൾ ഇത്തവണ ഇനിയിപ്പോൾ 1-2 ദിവസം കൂടെ ഉണ്ടാവുള്ളൂ ചന്ത. അവരൊരു 1 വീക്ക് കൂടി ഉണ്ടായിട്ട് പോകുന്നതാണ് ഉത്സവം കഴിഞ്ഞിട്ട്. അപ്പോൾ നെക്സ്റ്റ് ഇയർ ഇതേ ജൂൺ മാസം കാവിൽ കലശം ഉണ്ടാവും. അപ്പോൾ ഇവർ തന്നെ ആയിരിക്കണം, ഒരുവിധം എല്ലാ കൊല്ലം ഇവർ തന്നെയാണ് വരാറുള്ളത് ചന്തയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാം ഒരു ദിവസമെങ്കിലും വന്നൊന്ന് വിസിറ്റ് ചെയ്യണം. നമ്മുടെ നീലേശ്വരം മന്നമ്പുറത്ത് കാവ് കലശ മഹോത്സവമാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാവുന്നത് ജൂൺ 1st വീക്കൊക്കെയാണ് സ്റ്റാർട്ടിങ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും വരിക, വന്നിട്ട് നമ്മുടെ ചന്തയിലൊക്കെ കയറി നോക്കുക. നല്ല ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ
എൻ്റെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഗൈസ്. സാധനങ്ങൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ